അളിയാ ഇന്നെന്ത് പരിപാടി? അളിയാ നീ എന്ത് ഗുണ്ടൊക്കെ ആയിട്ട്? അളിയാ പയ്യെ പറയടാ, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷയം. അളിയാ ആണ്ട ഇതെൻ്റെ ഇക്ക ഏട്ടാ. നിന്റെ ഇക്കാക്ക് എന്താ ജോലി? അളിയാ ആള് തന്നെ പോട്ട് വെച്ചാണ് പച്ച ഗുണ്ടേ, വെച്ചേക്കൂല സത്യം. മകന് ഇഷ്ടം പോലെ വെട്ടം നടത്തിയിട്ടുള്ളേ. ഉണ്ടായിരിക്കട്ടെ ഒരു ഇതിലൊക്കെ. അളിയാ ഈ റെക്കോർഡൊന്ന് വരച്ച് തരണേ. അതിനെ ഞാൻ ഇപ്പം അങ്ങോട്ട് കഷ്ടപ്പെട്ട് വന്നത്. നാളെ ടീച്ചറിനെ കാണിക്കാനുള്ളേ കേട്ടാ, മറന്നുമല്ലേ? കേട്ടാ ഇല്ല എന്തു എടാ വരച്ചു വെച്ചേക്കണം, തമാശയല്ലേ കേട്ടാ. നാളെ അത്യാവശ്യമായിട്ട് കാണിക്കണല്ലോ കേട്ടല്ലേ. പോട്ടെ. അവിടേക്ക് ബാഗ് കളയല്ലേ. ചെറുക്കാനെ എന്തൊരു പരിപാടിയാ കാണിച്ച? ഒന്നിറങ്ങി പോറാ. എന്റെ ദൈവമേ, എന്തുട്ടാ ഒന്നും പറയണ്ടേ. ഒരു ചെറുക്കം വരുത്തി വെച്ച വേല. രാവിലെ അപ്പുറത്തെ അപ്പു ഒരു ബുക്കും കൊണ്ടോടെ വന്നായിരുന്നല്ലോ, റെക്കോർഡ് വരയ്ക്കാൻ. കൂടെ ഒരു ആഞ്ഞ സൈസ് ഉണ്ടായിരുന്നറിയാ. ഒരു കത്തിയൊക്കെ ഉണ്ടാ, നെറ്റിയിലെ ഒരു വലിയ മുറിയ പാടും മുന്നേ പാടും എല്ലാം ഉണ്ടായ. ഭയങ്കര കൊലക്കേസിലെ പ്രതിന്നൊക്കെ പറയുന്നത്. കത്തി ഉണ്ടായിരുന്ന ഫോട്ടോ വെച്ച് വന്നാ. ഞാൻ അവൻ കൊണ്ടു തന്ന റെക്കോർഡ് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. മറ്റേ കിട്ടൂസ് അതുവഴി കിട്ടൂസ് കയറി നമുക്കെല്ലാം വലിച്ച് എല്ലാം വലിച്ചു കയറിട്ട് പോയ. ഞാൻ എന്തൊരു ചെയ്യുക? അയാളെ പേരെന്താന്ന് പറഞ്ഞേ? അറിയില്ലേ, എന്തോ ബിലാലോ ജോണോ എന്തോ അങ്ങനെ എന്തോ ഒരു കുരിശാളെ. ബിലാൽ ജോൺ കുരിശിങ്കൽ. രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞാടാ.
അയാളെ പേരും വിവരം കേട്ടിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലടാ. എടാ അയാളേതോ വലിയ കൊലപാതകയാ. പിന്നെ നീ നമ്മളെ പേരൊന്നും പറഞ്ഞ അളയല്ലേ അളിയാ. അളിയാ പോണു. അളിയാ അളിയാ ആള് ഫോട്ടോ വെച്ച് കണ്ട പച്ച ഗുണ്ടയാണ്. എനിക്ക് അറിഞ്ഞൂടാ കണ്ട ഭയങ്കര വിഷയങ്ങളാണ്. അളിയാ അളിയാ എൻ്റെ റെക്കോർഡ് ബുക്ക്. അളിയ നീ ഒന്നും പറയണ്ട. വേണ്ടേ ഇന്നലെ തന്ന ബുക്ക് മാറിപ്പോളിയേ. ഇത് ബയോളജി ആയിരുന്നു വരയ്ക്കണ്ടുള്ള. ഇന്നലെ തന്ന സുവോളജി കളി. സോറിയളേ കേട്ടോ, അത് പഴയ ബുക്കായിരുന്നു കേട്ടോ. അതിന് വേണ്ട. സോറിയടാ. ശരി എന്നാൽ ഇത് വരച്ച് വെച്ചേക്കണേ. ഇന്ന് തന്നെ വേണം. ഓക്കെ. അപ്പൊ അന്ന പറഞ്ഞടാ നിനക്ക് നല്ല പഠിക്കണേ ഒക്കെ മാറ്റേ. അയ്യേ ഇന്ന് അണ്ണ സിപ്പപ്പ് പിടിക്കാൻ പൈസ ഇന്നലെ ഞാനാ സിപ്പ പൈസ ഇറങ്ങിയത്. സിപ്പപ്പ് പിടിച്ചാൽ പോരെ.